ഭരണിക്കാവിലെ അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണത്തിനെതിരെ സിപിഐ രംഗത്ത്. അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം തിരുത്തണമെന്നാവശ്യപ്പെട്ട് സിപിഐ ശാസ്താംകോട്ട കിഴക്ക് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. സിപിഐ സിന്ദാബാദ്, പ്രതിഷേധം പ്രതിഷേധം, സിപിഐയുടെ പ്രതിഷേധം, ഭരണിക്കാവിലെ അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കാരം പിൻവലിക്കുക. ഭരണിക്കാവ് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുക. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള ഭരണിക്കാവിലെ അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സിപിഐ ശാസ്താംകോട്ട കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത്. യാത്രക്കാർക്ക് സുരക്ഷിതമായി കയറി നിൽക്കാൻ പോലുമുള്ള സൗകര്യമില്ല. ഭരണിക്കാവ് ജംഗ്ഷനിലെ സ്റ്റോപ്പുകളിൽ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കാനും കയറ്റാനും അനുവദിക്കാതെയാണ് പരിഷ്കാരം. ഇതുമൂലം വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണെന്നും സിപിഐ ചൂണ്ടിക്കാട്ടി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് രാഘവൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ട്രാഫിക് പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മന്ദീകരിക്കുന്നതിന് ശ്രമിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു പരിഷ്കാരത്തിനും നമ്മളെതിരല്ല. ഒരു പ്രദേശത്ത് ഒരു പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാകരുത്. ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം. ഒരു ജനകീയ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ജനകീയ ഭരണസമിതി തീർത്തും ഒരു തീരുമാനമെടുക്കുന്നത്, പരിഷ്കാരം ഏർപ്പെടുത്തുന്നത് ആ പ്രദേശത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഓഗസ്റ്റ് 1 മുതൽ ഭരണിക്കാവ് ജംഗ്ഷനിൽ ഒരു ബസ്സുകളും നിർത്തി ആളെ എടുക്കാനോ ആളെ ഇറക്കാനോ പാടില്ല. നേതാക്കളായ എ സലീം, ഡി ശ്രീകുമാർ, ബാലചന്ദ്രൻ പിള്ള, ശശിധരൻ പിള്ള, മോഹനൻ പിള്ള, ഗോപാലകൃഷ്ണൻ, ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.